നമ്മുടെ കോപ്പൻഹേഗനിലെ യാത്ര കുറച്ച് ആൾക്കാരെ കാണാനാണ്. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. നിങ്ങൾ? ഞങ്ങൾ തന്നെ സാർ. അതെ, നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? അവരിവരൊക്കെയാണ് സാർ. ആരെങ്കിലും ആയിക്കോട്ടെ സാർ. അങ്ങനെ ഇവർ ആരെങ്കിലും ഒന്നുമല്ല. ഇവരെ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. ഇതിന്റെ ഒരു 10 മണിക്കൂറത്തെ പണിയായിരുന്നു. മെട്രോയിലും ബസ്സിലും നടന്നും ഏതൊക്കെയോ കാട്ടുവഴിയിലൂടെ ഒക്കെ പോയി ഞാൻ ഇവരെ എല്ലാം കണ്ടുപിടിച്ചു. ഇത് കോപ്പൻഹേഗനിലെ കാട്ടിലും സബർബൻ ഏരിയാസിലും ഒക്കെയുള്ള ഒളിച്ചിരിക്കുന്ന ഹിഡൻ ജയന്റ്സ് ആണ്. ഒരു ട്രഷർ ഹണ്ട് പോലെ ഇവരെ എല്ലാരെയും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. ഗൂഗിൾ മാപ്പിൽ ഇവരുടെ ലൊക്കേഷൻ ഒക്കെ കാണിക്കും. പക്ഷെ ആ പരിസരത്തൊന്നും ഒരു സൈൻ ബോർഡ് പോലും ഇല്ല. അല്ല, സൈൻ ബോർഡ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ട്രഷർ ഹണ്ട് ആവത്തില്ലല്ലോ. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാതെ കുറെ ആൾക്കാർ സൈക്കിളൊക്കെ യൂസ് ചെയ്ത് ഇവരെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇവിടെ വന്നതാ. ഇരുട്ട് വഴി കൂടെ മരണപ്രാളം പിടിച്ച് ഓടിയപ്പം നിന്റെ അപ്പനാണല്ലോ ചൂട്ടും പിടിച്ച് ഫ്രണ്ട് ഓടിയത്. വഴി കാണിച്ചത്. സത്യത്തിൽ ഈ ജയന്റ്സിനെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവരെ തേടി പോകാനുള്ള ഒരു പരിപാടി എന്റെ ലിസ്റ്റിലേ ഇല്ലായിരുന്നു. അല്ലെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മളെ തേടി തന്നെ വരും. പക്ഷെ ഈ കേസിൽ ഞാൻ അവരെ എല്ലാരെയും തേടി പോവായിരുന്നു. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കോപ്പൻഹേഗനിലെ സബ് urban ബ്യൂട്ടി ഓർ അവിടുത്തെ നേച്ചർ എനിക്കത് മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റി. ഇവർ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി അവിടുത്തെ ഗവൺമെന്റിന് 2 പേരെയും കൂടെ അവിടെ പണിയാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാലോ, ഈ 6 പേരെ തന്നെ കണ്ടു തീർത്തപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു. ഇവര്, അവര്, ഈ 6 പേര് എന്നല്ലാതെ ഇവർക്ക് വല്ല പേരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവരുടെ പേരും അഡ്രസ്സും ഒക്കെ വെച്ച ഒരു ലോങ് വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് ഇൻസോംനിയ ഡോക്യുമെന്റിംഗ് കോപ്പൻഹേഗൻ ഡേയ്സ്.